കൊടുവള്ളി അവിടുത്തെ രാഷ്ട്രീയത്തിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇതൊരു ഇലക്ഷൻ പ്രവചനമൊന്നുമല്ല, മറിച്ച് അവിടുത്തെ സാധാരണക്കാരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എങ്ങനെ ഒരു മികച്ച ഭരണം കാഴ്ചവെക്കാം എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. കേരളത്തിന്റെ മാപ്പിൽ നമ്മൾ കോഴിക്കോടേക്ക് വന്നാൽ അവിടെയാണ് കൊടുവള്ളി. ഇതൊരു കടലോര പ്രദേശമൊന്നും അല്ല കേട്ടോ, മലനാടിന്റെയും ഇടനാടിന്റെയും ഒരു മിശ്രിതമാണ്. ഈ ഭൂപ്രകൃതി തന്നെ അവിടുത്തെ ആളുകളുടെ ജീവിതത്തെയും അവരുടെ ആവശ്യങ്ങളെയും രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? ആദ്യം കൊടുവള്ളിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കും. അവസാനം ഇതിൽ നിന്നെല്ലാം ഒരു പുതിയ ഭരണമാതൃകയിലേക്ക് എങ്ങനെ എത്താമെന്നും ചർച്ച ചെയ്യും. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കൊടുവള്ളിയിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. അക്കങ്ങൾക്കപ്പുറം അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊടുവള്ളിയിലെ ആളുകൾ വെറുതെ ഇരിക്കുന്നവരല്ല. ഓരോ ഇലക്ഷൻ കഴിയും തോറും അവർ കൂടുതൽ ആക്റ്റീവ് ആവുകയാണ്. വോട്ടിംഗ് ശതമാനം നോക്കിയാൽ മതി. 2011 ഏകദേശം 80%. 2021 ആയപ്പോഴേക്കും അത് 82% കടന്നു. ഇതിനൊരൊക്കെ അർത്ഥമേ ഉള്ളൂ, ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം വേണം, അവരുടെ ശബ്ദം കേൾക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ? നിങ്ങൾ കേട്ടു നോക്കൂ. കൊടുവള്ളി ടൗണിലെ ബ്ലോക്ക്, ഗ്രാമങ്ങളിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, പിന്നെ വേനൽക്കാലമായാൽ പലയിടത്തും വെള്ളമില്ലാത്ത അവസ്ഥ. ഇതൊന്നും പോരാഞ്ഞിട്ട് മലയോര ഭാഗത്തുള്ള കർഷകർക്ക് വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കണം. ഇതൊക്കെ അവരുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ നേരിടാൻ പോകുന്ന കണക്ക് കുറച്ച് സീരിയസ് ആണ്. കേരളത്തിലെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഏകദേശം 30%. കൊടുവള്ളിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഓരോ വീട്ടിലും ഇതിന്റെ വേദനയുണ്ട്. നല്ലോണം പഠിച്ചിട്ടും ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന ചെറുപ്പക്കാർ, ഗൾഫിലെ ജോലി പോയിട്ട് നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവർ. ഇതൊരു കണക്കല്ല, ഒരു തലമുറയുടെ തന്നെ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നതിന്റെ കഥയാണ്. ഈ തൊഴിലില്ലായ്മയുടെ കൂടെ തന്നെയാണ് വിലക്കയറ്റത്തിന്റെ പ്രഹരം. കേരളത്തിലെ പണപ്പെരുപ്പം ഏകദേശം 5.5%. ഇത് ഓരോ കുടുംബത്തിന്റെയും ബജറ്റ് താളം തെറ്റിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി പറയാനൊരു വാക്കുണ്ട്, വെൽഫെയർ ഫെറ്റീഗ് എന്ന്. അതായത് സർക്കാരിൽ നിന്ന് സഹായമൊക്കെ കിട്ടുന്നുണ്ടാവാം, പക്ഷെ വിലക്കയറ്റം കാരണം കയ്യിൽ കിട്ടുന്നതിലും കൂടുതൽ പണം ചെലവാകും. അപ്പോൾ പിന്നെ ആ സഹായം കൊണ്ട് എന്ത് പ്രയോജനം? ഈ കണക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാവും. വെറും 4 വർഷം കൊണ്ട് കേരളത്തിൽ 460 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത്. കൊടുവള്ളിയിലെ ഗ്രാമങ്ങളിലെ കർഷകർക്ക് ഇതൊരു പത്രവാർത്തയല്ല, ഇതവരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണ്. തങ്ങളെ സംരക്ഷിക്കാൻ സിസ്റ്റം പരാജയപ്പെടുന്നു എന്നതിന്റെ ഒരു നേർസാക്ഷ്യമായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഓക്കെ, ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് കടക്കാം. 2021 റിസൾട്ട് നോക്കാം. UDFന് 47.9% വോട്ട്. LDF പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 43.7%. വിജയിച്ചയാളും തോറ്റയാളും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. ഇതൊരൊറ്റ കാര്യം അടിവരയിട്ട് പറയുന്നു, കൊടുവള്ളി ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നോക്കിയാൽ ഈ മത്സരം എത്രത്തോളം കടുപ്പമായി എന്ന് മനസ്സിലാകും. 2011 UDF ഈസിയായി ജയിച്ച സ്ഥലമാണ്. പക്ഷേ 2016 എന്താ സംഭവിച്ചത്? വെറും 573 വോട്ടിന് LDF സ്ഥാനാർത്ഥി ജയിച്ചു. ഒരട്ടിമറി തന്നെയായിരുന്നു അത്. 2021 UDF സീറ്റ് തിരിച്ചുപിടിച്ചെങ്കിലും അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു. അതായത് കൊടുവള്ളിയിൽ ആർക്കും ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടത്തെ പ്രധാന മത്സരം 2 തരം ശക്തികൾ തമ്മിലാണ്. ഒരു വശത്ത് മുൻമന്ത്രി, ശക്തമായ പാർട്ടി മെഷീനറിയുള്ള MK മുനീർ. മറുവശത്ത് കൊടുവള്ളിയുടെ മണ്ണിൽ തന്നെ വളർന്ന സ്വന്തമായി ആളുകളുള്ള കാരാട്ട് റസാഖ്. ഒന്ന് സംസ്ഥാനതലത്തിലെ സ്വാധീനമാണെങ്കിൽ മറ്റേത് തനി നാടൻ ബന്ധങ്ങളുടെ ശക്തിയാണ്. ഈയൊരു കോൺട്രാസ്റ്റാണ് ഇവിടത്തെ രാഷ്ട്രീയത്തെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഈ കണക്കുകളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം. നമ്മളിവിടെ വ്യക്തികളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സിസ്റ്റത്തെക്കുറിച്ചാണ്. ജനങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ അത് അറിവോടെയും അതിലേറെ ഉത്തരവാദിത്വത്തോടെയുമായിരിക്കണം. നമ്മുടെ ഭരണഘടന നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുവള്ളിയിൽ ഇങ്ങനൊരു മാറ്റം വന്നത്? അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പുറകിലോട്ട് പഴയ ഇലക്ഷൻ റിസൾട്ടുകളിലേക്ക് ഒന്ന് നോക്കണം. 2016 തിരഞ്ഞെടുപ്പ് കൊടുവള്ളിയിലൊരു പ്രകമ്പനം തന്നെ ഉണ്ടാക്കി. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്ന് ഒരു പരമ്പരാഗത കോട്ട പിടിച്ചെടുക്കുന്നു, അതും വെറും 573 വോട്ടിന്. ഇത് വോട്ടർമാരുടെ ചിന്തയിൽ വന്ന ഒരു വലിയ മാറ്റത്തെയാണ് കാണിച്ചത്. പാർട്ടിയോടുള്ള കൂറിനേക്കാൾ തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യും എന്നൊരു സന്ദേശം കൂടിയായിരുന്നു അത്. 2016 കിട്ടിയ ഷോക്കിനുള്ള മറുപടിയായിരുന്നു 2021 UDFന്റെ നീക്കം.
ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവർ സീറ്റ് തിരിച്ചു പിടിച്ചു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തോറ്റ സ്ഥാനാർത്ഥിക്ക് 43.7% എന്ന വലിയൊരു വോട്ട് ഷെയർ നിലനിർത്താൻ പറ്റി എന്നതാണ്. അതിനർത്ഥം 2016 ആ മാറ്റം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കൊടുവള്ളിയിലെ മത്സരം ശക്തമായി തന്നെ തുടരുന്നു. അപ്പോൾ ഈ ചരിത്രമൊക്കെ നമ്മളോട് എന്താണ് പറയുന്നത്? സിമ്പിളാണ്. കൊടുവള്ളി ഇനി ആരുടെയും ഒരു ഉറച്ച കോട്ടയല്ല. ഇവിടുത്തെ വോട്ടർമാർക്ക് നല്ല ബോധമുണ്ട്. അവർ വെറുതെ പാരമ്പര്യം നോക്കി വോട്ട് ചെയ്യില്ല. ആര് പ്രവർത്തിക്കുന്നോ അവർക്ക് വോട്ട് ചെയ്യും. അത്രയുള്ളൂ. ശരി, വിശകലനമൊക്കെ കഴിഞ്ഞു. ഇനി എന്ത്? ഈ മനസ്സിലാക്കലിൽ നിന്ന് എങ്ങനെ ഒരു ജനകീയ ഭരണത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാം? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിനായി നമ്മളൊരു 4 തലങ്ങളുള്ള ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുകയാണ്. ഇതിനെ ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. ഒരു കംപ്ലീറ്റ് സൊല്യൂഷന് ഈ 4 കാര്യങ്ങളും ഒരുപോലെ പ്രധാനമാണ്. എന്തൊക്കെയാണ് ഈ 4 മുഖങ്ങൾ? 1. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ കണക്കുകൾ വെച്ച് ചോദ്യം ചെയ്യുക. അതിനെ നമുക്ക് ശിവതന്ത്രം എന്ന് വിളിക്കാം. 2. സമൂഹത്തിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്ന ഒരു വിഷൻ കൊടുക്കുക. അതാണ് വിഷ്ണുതന്ത്രം. 3. നാടിനുവേണ്ടി പുതിയ ആശയങ്ങളും പദ്ധതികളും ഉണ്ടാക്കുക. അതാണ് ബ്രഹ്മാവിന്റെ റോൾ. 4. സമൂഹത്തിലെ ദുർബലരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. അതാണ് ദുർഗാതന്ത്രം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ബ്ലൂ പ്രിന്റ് വെറുമൊരു പ്രസംഗത്തിൽ ഒതുങ്ങരുത്. ഇത് നടപ്പിലാക്കും എന്നൊരു ഉറപ്പാണ്. ആ ഉറപ്പിന് വിശ്വാസ്യത വരണമെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. അപ്പോ ജനങ്ങളുടെ ഏറ്റവും വലിയ 3 പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ 3 ആക്സിലറേറ്റർ പദ്ധതികൾ ഇതാ. 1. ജൽ ജ്യോതി, കുടിവെള്ള പ്രശ്നത്തിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ. 2. സഡക് സമൃദ്ധി, ഗ്രാമങ്ങളിലെ റോഡുകൾ നന്നാക്കാൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്ലാൻ. 3. യുവശക്തി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 30% തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് സ്കിൽ ട്രെയിനിങ്ങും ജോലിയും നൽകാൻ ലോക്കൽ ഹബ്ബുകൾ. ഇതൊക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇത് ഉപസംഹരിക്കാം. ഈ മുഴുവൻ വിശകലനത്തിന്റെയും കാതലിതാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള വഴിയും ജനങ്ങൾക്ക് നല്ല ഭരണം നൽകാനുള്ള വഴിയും രണ്ടല്ല, അതൊരേ വഴി തന്നെയാണ്. ഒരു നേതാവെന്ന നിലയിൽ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അവരുടെ വോട്ടു മാത്രമല്ല, അവരുടെ വിശ്വാസം കൂടിയാണ്. ഇന്നത്തെ കാലത്ത് ആ വിശ്വാസത്തിന്റെ ഒരു പ്രധാന ഭാഗം അവരുടെ സ്വകാര്യ വിവരങ്ങളാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തണം. ആളുകളുടെ ഡാറ്റ അവരുടെ സമ്മതത്തോടെ സുരക്ഷിതമായി ഉപയോഗിക്കുക എന്നത് ഒരു ഒത്തുതീർപ്പിനും വഴങ്ങാത്ത കാര്യമാണ്. അതുകൊണ്ടൊന്ന് ഓർക്കുക, ഭാവി അവകാശപ്പെട്ടത് തെരഞ്ഞെടുപ്പുകളെ വെറും അധികാര മത്സരമായി കാണുന്നവർക്കല്ല, മറിച്ച് മികച്ച ഭരണം നൽകാനുള്ള ഒരു ഡേറ്റ എഞ്ചിനീയറിംഗ് പ്രോസസ്സായി കാണുന്നവർക്കാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഡേറ്റ ഉപയോഗിച്ച് മനസ്സിലാക്കി ടെക്നോളജിയുടെ സഹായത്തോടെ അതിന് പരിഹാരം കാണുന്നവർ. അവർക്കേ ജനങ്ങളുടെ വിശ്വാസം നേടാനും നാടിനെ മുന്നോട്ട് നയിക്കാനും സാധിക്കൂ. നിങ്ങൾക്കും ഒരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലേക്ക് നയിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041616 നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ലക്ഷ്യം.